വെൽക്കം ബാക്ക് ടു ആർടി വ്ളോഗ്സ്. സോ നമ്മൾ കുറേ നാളിന് ശേഷം ഇപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കാൻ പോവാണ്. ആൻഡ് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എൻ്റെ നെഫ്യൂവിന് വേണ്ടി ഓൾറെഡി കുറച്ച് ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കണമെന്നുണ്ട്. ബിക്കോസ് പുള്ളിക്കാരന് രാവിലെ എണീറ്റ് ആദ്യം വേണ്ട സംഭവം എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. എണീറ്റ് ഉടനെ ഓടുന്നത് ആ സംഭവം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, എന്തായാലും പുള്ളിക്കാരന് അത് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ ഒരു ഹെൽത്തിയർ വേർഷനായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. ആൻഡ് എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അപ്പം എൻ്റെ കൂടെ നിങ്ങളും കൂടെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ഒരുമിച്ചിട്ട് എന്താ പറയുക, നല്ലൊരു ഹെൽത്തിയർ വേർഷൻ ഓഫ് കുക്കീസ് ഉണ്ടാക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൈദ വെച്ചിട്ടല്ല, മൈദ മാറ്റിയിട്ട് നമ്മൾ വീറ്റ് വെച്ചിട്ടാണ് കുക്കീസ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. 3 ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള കുക്കീസാണ്. സോ ഇത് 3 നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. സോ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കുക്കീസ് ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾ ഓൾറെഡി ക്യാപ്ഷൻ കണ്ടിട്ടുണ്ടാവും. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കുറേ ആൾക്കാരിങ്ങനെ റെസിപ്പി വീഡിയോസും ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എടുക്കാനൊരു ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ചെറിയ സാവകാശം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്ക് എന്തായാലും ഒരു റെസിപ്പി തന്നെ അങ്ങ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് അൺസോൾട്ടഡ് ബട്ടർ, പിന്നെ നമ്മുടെ കാസ്റ്റർ ഷുഗറാണ്. കാസ്റ്റർ ഷുഗറിലേക്ക് നിങ്ങൾക്ക് പഞ്ചസാര പൊടിക്കുകയും ചെയ്യാം. ആൻഡ് ദെൻ ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഇതെന്തായാലും എല്ലാവരുടെ വീട്ടിലും ഉള്ള ഐറ്റംസാണ്. സോ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടർ എടുക്കുക, അതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇതിൻ്റെ എന്താ പറയുക, ഒരു സോഫ്റ്റ്നെസ് വരുന്നത് വരെ നന്നായിട്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ബട്ടറാണ്. സോ അതിനെ കുറച്ച് നേരം ഒന്ന് പുറത്തോട്ട് വയ്ക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് എടുത്ത് ബീറ്റ് ചെയ്യുക. നല്ലവണ്ണം ബീറ്റ് ചെയ്ത് അത് നല്ല ക്രീമിയായി വരുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഷുഗർ ആഡ് ചെയ്തിട്ട് അതും ഒന്ന് ബീറ്റ് ചെയ്യും. ഇതിന് ഇന്ന സ്പീഡോ ഇന്ന ടൈമോ ഒന്നുമില്ല, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കമ്പൈനായി വരണം. അതാണ് നമ്മുടെ ഒരു പാകം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നീഡ് ചെയ്തെടുക്കും. അങ്ങനെയാണ് നമ്മൾ ഈ കുക്കിയുടെ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്താ പറയുക, കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബിസ്ക്കറ്റ്സിൻ്റെ പുറകത്തെ ലേബിൾ നിങ്ങൾ നോക്കിയറിയാം, നമ്മൾ എന്തോരം കെമിക്കൽസ് അടങ്ങുന്ന സാധനമാണ് കാണുന്നതെന്നല്ലേ. നമുക്ക് ചിലതൊന്നും നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അമ്മാതിരിയുള്ള സാധനങ്ങളാണ് നമുക്കിപ്പോൾ കഴിക്കുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ എന്താ പറയുക, ഞാൻ കുറച്ചുകൂടെ അവെയറായത് വീട്ടിൽ നെഫ്യൂ വന്നതിന് ശേഷം. അവനിങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഹെൽത്ത് കൺസേൺ എന്തായാലും നമ്മൾ കാണിക്കുമല്ലോ, ചൂസ് ചെയ്യുന്ന കാര്യത്തിനായാലും. അപ്പോൾ അവന് ബിസ്ക്കറ്റ് ഇഷ്ടം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് എന്തായാലും കൊടുക്കാതിരിക്കുന്നതിന് പകരം ഒരു ഹെൽത്തിയർ ഓൾട്ടർനേറ്റീവിലോട്ട് മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു ഹെൽത്തി എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതിൽ നമ്മൾ ഷുഗറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തിയർ വേർഷൻ, നമ്മളിതിൽ വേറെ ഒന്നും ഇടുന്നില്ല. നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കുക്കീസ് ഉണ്ടാക്കി എടുക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ അവന് ഉണ്ടാക്കി കൊടുക്കാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. രാവിലെ ഞാൻ പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് കുഞ്ഞ് വരുമ്പോഴത്തേക്കും സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ നമുക്കിപ്പോൾ കണ്ടില്ലേ, ബട്ടറും ഷുഗറും നന്നായിട്ട് ക്രീമായിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഗോതമ്പ് പൊടി ആഡ് ചെയ്യാണ്. അതും ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാൻ ഇന്ന സ്പെസിഫിക് ടൈം എന്നൊന്നുമില്ല, ജസ്റ്റ് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ആ ലംസും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ബിക്കോസ് ഇതിന് ശേഷം നമ്മൾ ഒരു ഡോ ഫോമാറ്റിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കും. സോ ഇതാണ് നമ്മുടെ ഒരു പരുവം എന്ന് പറയുന്നത് തന്നെ. നമ്മുടെ ഇപ്പോൾ ഏകദേശം കണ്ടില്ലേ, ആ ഒരു നീഡ് ചെയ്തെടുക്കുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുക. ഇതിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ശേഷം ഇതിനെ റോൾ ഔട്ട് ചെയ്തിട്ട് നമുക്കിതിന് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കി കട്ടർ വെച്ചിട്ടാണ്. നിങ്ങളുടെ ആ കട്ടർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെ പരത്തിയെടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഡയമണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ എന്താ പറയുക, സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ആദ്യം തന്നെ ഇതിനെ നന്നായിട്ട് ഇതുപോലെ നീഡ് ചെയ്തെടുക്കുക. നീഡ് ചെയ്തെടുത്തതിന് ശേഷം ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓവൻ ഇല്ലാത്ത ആൾക്കാരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു കുക്കർ എടുക്കുക, നല്ല കുറച്ച് പരന്ന, അതായത് സർഫസ് ഏരിയ ഉള്ളൊരു കുക്കർ എടുക്കുക. അതിനെ നന്നായിട്ട് ചൂടാക്കുക. അതിൻ്റെ ഉള്ളിൽ കുറേ ഉപ്പിടുക. അതായത് ഒരു കാൽഭാഗമെങ്കിലും കവറാവുന്ന രീതിയിൽ, കാൽഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് നന്നായിട്ട് കവറാവുന്ന രീതിയിൽ ഉപ്പിടുക. എന്നിട്ട് ഒരു ചെറിയ സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ ഇതുപോലെ കുക്കീസ് കട്ട് ചെയ്ത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ആ കുക്കീസ് നല്ല ബ്രൗൺ, വിസിലൊന്നും ഇടണ്ട, ജസ്റ്റ് നന്നായിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് അതിന് നന്നായിട്ട് എന്താ പറയുക, ബ്രൗണിങ് വരുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇല്ല, നിങ്ങളിപ്പോൾ ഓവൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ
ബോട്ടം കോയിലും ടോപ്പ് കോയിലും ഹീറ്റാവുന്ന രീതിയിലുള്ള ഫങ്ഷൻ ഇടുക. ഫാൻ ഓൺ ചെയ്തിട്ട് ഞാനിതൊരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 12 to 15 മിനിറ്റ്സ് എടുത്തിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ സ്പ്രെഡ് ആവുന്ന കുക്കീസെല്ലാം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഷേപ്പിലെടുത്താൽ അതുപോലെ തന്നെ നമുക്ക് കിട്ടും. ചില കുക്കീസ് നമ്മൾ കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് സ്പ്രെഡായി പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ എന്താ പറയുക, കുഞ്ഞിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഷേപ്പിലാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് ഈ ഒരു ഫ്ലവർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സോ ഇത് കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ഫ്ലവേഴ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ ഒരു ട്രേയിൽ പാർച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ച് ലൈൻ ചെയ്തിട്ടായിരിക്കും ബേക്ക് ചെയ്തെടുക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ ട്രേയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്കിനി ബേക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളെല്ലാ എന്താ പറയുക ഫ്ലവർ ഷേപ്പിൽ ഫുൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ബേക്കിംഗ് ട്രേയിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും സാവകാശം അല്ലെങ്കിൽ സമാധാനം ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ സർക്കിൾ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് അടുപ്പിച്ച് വെക്കാൻ കുഴപ്പമില്ല, കാരണം ഇത് ബേക്ക് ആകുമ്പോൾ അങ്ങനെ സ്പ്രെഡ് ആവത്തില്ല. സോ ഇതിന് ശേഷം നമ്മളിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കർ യൂസ് ചെയ്തിട്ടും ഇത് ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. Found the one, you should never give her up. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about the things that I don't see, yeah. These days I don't worry about much. I think we should have some more fun. I still dream about the days when we were young. I'll take a hit and still finish in one, yeah, yeah. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടതുപോലെ നമ്മുടെ എന്താ പറയുക ഹെൽത്തിയർ ആയിട്ടുള്ള ബട്ടർ കുക്കീസ് റെഡിയാണ്. ഇത് ഞാനിപ്പോൾ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയത്. വലിയവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, വലിയവർക്ക് ഈ ഷേപ്പ് കഴിച്ചുവിടാമെന്നൊന്നുമല്ല, എന്നാലും വലിയവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ ക്വാണ്ടിറ്റീസിലാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഒരു ഫാമിലി ഫുൾ ഒരു എന്താ പറയുക നിയർലി എ വീക്ക് കഴിക്കാനുള്ള ബിസ്ക്കറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഇത് മൊത്തത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആവുന്നത് ഒരു 80 രൂപയാണ്. ഓക്കെ, ആൻഡ് ഗോതമ്പ് ഈസിലി ആയിട്ട് കിട്ടും. പഞ്ചസാരയായാലും എന്താ പറയുക, ഇപ്പോൾ ഈ കാസ്റ്റർ ഷുഗർ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് അവൈലബിൾ അല്ലാതുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാര ജസ്റ്റ് മിക്സറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. തീരെ പൊടിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ആൻഡ് വേറെ എന്തുള്ളത്, ബട്ടർ. ഈ 3 സാധനം വെച്ചിട്ട് ഇത്രയും ഡിലീഷ്യസ് ആയിട്ടുള്ള കുക്കീസ് കിട്ടുമ്പോൾ വെറുതെ കടയിൽ നിന്ന് അനാവശ്യമായ ബിസ്ക്കറ്റ്സ് വാങ്ങി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. സോ കുഞ്ഞു കുട്ടികളാകുമ്പോഴത്തേക്ക് അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. സോ കഴിവതും വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ നോക്കുക. സോ ഇതാണ് നമ്മുടെ റെസിപ്പി. ഡു ട്രൈ ഇറ്റ് ഔട്ട്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് subscribe to my channel. So see you soon in another video. Bye bye.